എങ്ങനെ GS ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇനി എങ്ങനെ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം എന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ GSൻ്റെ ഒരു ആപ്പ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ GSൻ്റെ ആപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൈ നൗ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് 499 രൂപയുടെ മഹത്തായ രഹസ്യങ്ങൾ എന്നുള്ള ഈ ആപ്പാണ്. ഇവിടെ ബൈ നൗ എന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എന്നെ അടുത്ത ഒരു സ്ക്രീനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീണ്ടും വേറൊരു ബൈ നൗ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി എന്നെ പേയ്മെൻറ്റ് നടത്തേണ്ട പേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ആ ഇമെയിൽ ID കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പേ യൂസിങ് UPI, പേ യൂസിങ് കാർഡ്, അല്ലെങ്കിൽ UPI ആപ്പ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, വാലറ്റ്, പേ ലേറ്റർ. ഞാൻ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാർഡ് നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ATM കാർഡിൽ ഒരു കാർഡ് നമ്പർ ഉണ്ട്, അത് കൊടുക്കുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. പിന്നെ പേര് കൊടുക്കുക. പിന്നെ അതിനൊരു CVV നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. അതിനുശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കാണാം. ഇനി അടുത്തതായി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. UPI. ഇപ്പോൾ എല്ലാവരുടെയും മൊബൈൽ UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് UPI ID എൻ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ. അതായത് UPI ID നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയുടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഓരോരാളുടെ പേരിലും ഗൂഗിൾ പേ ID അല്ലെങ്കിൽ ഫോൺ പേ ID എന്ന് പറഞ്ഞൊരു UPI ID കാണും. അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ആരുടെ മൊബൈലിലാണോ UPI യുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങളുടെയോ ആരുടെയെങ്കിലും UPI ID ഇവിടെ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് അപ്പോൾ അത് അവരുടെ മൊബൈലിലേക്ക് റിക്വസ്റ്റ് പോകും. അപ്പോൾ അവർക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷനാണ് നെറ്റ് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് സംവിധാനമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കസ്റ്റമർ ID, പാസ്വേഡ് എന്നിവ ഉണ്ടാകും. അത് ഏത് ബാങ്കാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനൊരു HDFC ആണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിങ് പേജിലേക്ക് അത് നിങ്ങളെ എത്തിക്കും. അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതാണ് വാലറ്റ്. ഈ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒരു UPI ID-യുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പേയ്മെൻറ്റ് നടത്താൻ പറ്റിയ ഓപ്ഷനാണ്. ഇവിടെ ഞാൻ ഫോൺ പേ സെലക്ട് ചെയ്യുന്നു. ഫോൺ പേ സെലക്ട് ചെയ്ത് പേ നൗ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് ഈസ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അത് പേയ്മെൻറ്റ് എൻ്റെ ഗൂഗിൾ പേ അല്ലെങ്കിൽ എൻ്റെ ഫോൺ പേ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. ഇവിടെ സെൻഡ് OTP എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP
എന്താണെന്ന് നോക്കി ഡയറക്റ്റായിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ പേ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയാണ്.